ഈ തെരുവിലൂടെ എത്ര പേര് കടന്നു പോയെന്ന് അറിയോ? ചിന്തിച്ചു. അച്ഛൻ സാധാരണ ആംബുലൻസ് കാണുമ്പോൾ ആരും കയ്യിൽ പതുക്കെ കഴിയുന്ന ആശീർവാദം. കാരണം ആംബുലൻസ് ഞാൻ പോയിട്ടുണ്ട്. ആംബുലൻസ് പോയിട്ടുണ്ടോ? ആംബുലൻസ് പോയിട്ടുണ്ടെന്ന് കഴിഞ്ഞിരിക്കെ ചെറിയ കഴിയുന്നുണ്ട്. ചോദിച്ചു നോക്കിയാൽ ആംബുലൻസിൽ പോയി പ്രിയപ്പെട്ട ആരുടെയും ജീവനും പിടിച്ചുകൊണ്ട് ആംബുലൻസിൽ പോകുന്നത് തരണേ. അവിടെ എത്തുവോളം ഈ ചങ്കിൽ ചോദിക്കണേ. അവിടെ എത്തുവോളം ഈ ശ്വാസം നിൽക്കണേ. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. ചെറിയ വഴികൾക്ക് നീളം കൂടുന്ന സമയമാണ്. ചെറിയ ദൂരങ്ങൾക്ക് വലിയ ദൂരങ്ങളായി തോന്നുന്ന ചില സമയങ്ങളാണ്. സെക്കൻഡുകളുടെ വില അറിയുന്ന ഹൃദയമിടിപ്പിന്റെ സ്വരം കേൾക്കുന്ന ചില സമയങ്ങളാണ്. ആംബുലൻസിൽ നിന്നുണ്ടായി പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് കൈക്ക് പിടിച്ച് പൾസ് പിടിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ ഇച്ചിരി കൂടെ അറിയാൻ പറ്റും. അവങ്ങളെ തീവചനം വായിച്ചേ ഒന്നുകൂടെ വായിക്കാൻ. വളരെയേറെ ജനങ്ങളും തന്നെ കുറിച്ച് വിനിപ്പിച്ചുകൊണ്ട് സ്ത്രീകളും തന്റെ പിന്നാലെ വന്നു. അതിനെ മുമ്പിൽ വായിച്ചു വെച്ചേ. യേശുവിന്റെ പിറകുവന്ന് കുരിശു വയ്പാനായി അവിടെ മേൽ വെച്ചു. വളരെയേറെ ജനങ്ങളും തന്നെ കുറിച്ച് വിനിപ്പിച്ചുകൊണ്ട് സ്ത്രീകളും തന്റെ പിന്നാലെ വന്നു. നിന്റെ യാത്ര കർത്താവിനെ കുറിച്ച് imagine that Jesus Christ ahead of you. കർത്താവ് നിന്റെ മുമ്പിലുണ്ട് പൊന്നുകൂട്ട. നീ വല്ലാതെ വാവിട്ട് നിലവിളിക്കുമ്പോ നിന്റെ മുറിയുടെ അങ്ങേപ്പത്തെ സ്ഥലത്തിന്റെ പേരാണ് ഗെത്സമനെ. അതേപോലെ അച്ഛൻ ചുമ്മാ പറയുന്നല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുക മക്കളോട്. നിന്റെ വീടിന്റെ മുറിയിൽ നീരുന്ന് വാവിട്ട് നിലവിളിക്കുമ്പോ ആ മുറിക്കപ്പുറത്ത് ഒരു മരത്തിന്റെ ചുവട്ടില് നീ കേൾക്കാതെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന പഞ്ചതമ്പുരാനുണ്ട്. മനുഷ്യമക്കളെ നമുക്ക് ജീവിതത്തിലെല്ലാം വിലയുണ്ട്. ജീവിതത്തിലെല്ലാം വിലയുണ്ട്. ഇതെന്റെ കർത്താവ് തന്നതാണ്. യേശു ആ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. അപ്പനെ തല്ലിയച്ച അവൻ ഫോണിലേക്ക് അവൻ ആത്മഹത്യ എന്ന് പറഞ്ഞു. ഈ ദിവസം കാണുക മനുഷ്യൻ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ പരിഹാരം പഠിക്കപ്പെടുന്നില്ല. അവനെ തല്ലിയത് കാര്യമില്ല. അവനെ തല്ലണ്ട. അവിടെ വഴക്ക് പറഞ്ഞേക്കാം. പക്ഷെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മഹാദൂരിതങ്ങൾ അവൻ എപ്പോഴും മൊബൈൽ ഫോണില്ല. അവൻ ആവേശം മൊത്തം അച്ഛൻ്റെ ഫോണൊക്കെ വെച്ചുള്ള ഞാൻ പറഞ്ഞത് വെച്ച് ഞാൻ നിന്റെ ഫോൺ വെച്ചാൽ നിനക്ക് പുണ്യം കിട്ടണില്ല. നിനക്ക് പുണ്യം കിട്ടണമെങ്കിൽ നീ ആ ഫോൺ ഓഫ് ചെയ്ത് നിന്റെ മേശത്തകത്ത് കൊടുക്കണം. നീ അത് തൊടാതെ ഓഫ് ചെയ്ത് നിന്റെ മേശക്കകത്ത് നിനക്ക് പുണ്യം. ഞാനത് കൊണ്ടൊന്ന് ഇവിടെ വെച്ചിട്ട് നിനക്ക് പുണ്യം കിട്ടണമെന്നാണ് വെച്ചത്. എന്തെങ്കിലും ചെയ്താൽ അതിന് പുണ്യം വേണം. എന്തെങ്കിലും ചെയ്താൽ അതിനൊരു പുണ്യം വേണം. കളഞ്ഞേക്കൽ കിട്ടുന്ന കർത്താവ് തന്നെ സമ്മാനമാക്കി വിചാരിച്ചോണം. ഒരാളൊക്കെ വല്ലാതെ വഴക്ക് പറഞ്ഞു. നമുക്ക് തിരിച്ചു പോകാനുള്ള ന്യായങ്ങൾ മുഴുവനുണ്ട്. അച്ഛൻ്റെ മടവും കടമുണ്ടാവണം, മിണ്ടാവണം കേട്ടോ. അവിടുത്തെ നിയമം ഇതാണ്. ഒരു തിരുത്തൽ കിട്ടിയാൽ, ഒരു കറക്ഷൻ കിട്ടിയാൽ മുട്ടുകുത്തി നിലത്ത് ചുംബിച്ച് മേയാൻ എന്റെ പിഴ എന്ന് പറയണം. ഈ നിൽക്കുന്ന മതവർ May God forgive your fault. ദൈവത്തിന്റെ പാപം ക്ഷമിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോഴില്ല. അവൾ കേൾക്കുമ്പോൾ ഒത്തിരി ഈ കാലത്തിൽ ഇങ്ങനെ സ്വർഗത്തിന്റെ ഒരു ചെറിയ വഴി കിടക്കണം. 100% ഉറപ്പാണ്. ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയുമ്പോൾ മുട്ടൂന്നൊക്കെ ചോദിക്കും. അച്ഛന് മുമ്പേ പറയണേ. അച്ഛൻ ഈ കാലത്തും അല്ലേ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, വലിയ സ്വാതന്ത്ര്യം ചോദിച്ചു, അച്ഛൻ കുരുത്തക്കടൊക്കെ കാണിക്കുമായിരുന്നു. ഓരോരുത്തർ അറിയുന്ന വിഷയങ്ങൾ. ഞാൻ കൊച്ചുനാളിൽ എൻ്റെ കുരുത്തക്കേട് കാണിച്ചത് അച്ഛന് വല്ല വചനപ്രായത്തോട് ചോദിച്ചത് ഒരു വാദം ചോദിക്കാം, അച്ഛൻ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചു. എല്ലാവരും നോക്കിയിട്ട് അച്ഛൻ കുരുത്തക്കേടൊക്കെ പോയി കാണിക്കും. ഞാനല്ല പോലെ എൻ്റെ കുരുത്തക്കേടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു
സാധനം വാങ്ങിയ പൈസ വിടും, അതിനൊരു 10 പൈസ 50 പൈസ അടിച്ചു മാറ്റി വന്നത് തിരിച്ച് കൃത്യം കണക്കാണ്. അമ്മയും അപ്പനും മേടിച്ചിരുന്നത് പിടിച്ചിരിക്കും, അത് അടിയും കിട്ടിയിരിക്കും. നമ്മൾ ആകെപ്പാടെ കാണിക്കുന്നത് ഒരു കുരുത്തക്കേടാണ്. പിന്നെ ചെയ്യുന്ന കുരുത്തക്കേട് വെച്ചാൽ കൊച്ചുമക്കൾ ഇപ്പോൾ വലുത് കണ്ടുപിടിക്കുമോ? പള്ളിക്കല്ലാതെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും സാധിക്കും. പെരുന്നാൾ നല്ല തിരക്കാണ്, ആ സമയത്ത് പറ്റുന്നില്ല വെളിയിലൊക്കെ. അപ്പോൾ അമ്മയോട് അമ്മ ഇത് 3 കുർബാനയ്ക്ക് ഞാൻ പോവാം. അമ്മയൊക്കെ മോനെ പുണ്യാളാകുമല്ലേ എന്നാൽ ഈ കുമ്പളാകും രാവിലെ വേണ്ടത് ഒരു കുർബാനയ്ക്ക് കാണും. പിന്നെ നാട്ടുകാർ വരുന്നവരെയൊക്കെ കണ്ട് ചന്തയുടെ ദോഷം പോലെ കടകളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കാണിച്ച കുരുത്തക്കേട്. ഇന്നത്തെ മക്കൾ കാണിക്കുന്ന കുരുത്തക്കേട് ഇതുവരുമാണ്. കർത്താവിന് ഉത്തരം പറഞ്ഞു തരിക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ദൈവസ്ഥലിൽ നിലവിളി ഉണ്ടാവണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതൊരു ടീച്ചറിന്റെ അടുത്ത് വന്നു. ഒരു ടീച്ചറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുട്ടികളെ അങ്ങനെ ഇരുത്തുന്നില്ല. ഞാൻ എന്ത് പറ്റിയ ടീച്ചറെ കുഴപ്പം പറയാ, എന്റെ കൊച്ചിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വല്ലവരുടെ കൊച്ചുങ്ങളെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കുന്നത്? ന്യായം സ്വന്തം കൊച്ചിനെ നേരെയോ നടത്താതെ ടീച്ചർ വല്ലോടെ കൊച്ചുങ്ങളെ. ഞാൻ പറഞ്ഞു എന്റെ മോളെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിയോഗമാണ് അധ്യാപിക. അധ്യാപിക എന്ന നിലയിൽ നീ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. നീ പ്രസവിച്ച കുഞ്ഞെങ്ങനെയായാലും ശരി, ആ കുഞ്ഞുങ്ങളെ തിരുത്താനുള്ള കടമയുണ്ട്. നോക്കിയപ്പോളെ പിശാചികളുടെ വേല കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പിശാചി വല്ലാതെ കേറുന്നുണ്ട്, സഭയിലേക്ക് കേറുന്നുണ്ട് മക്കളെ. മെത്രാന്മാരും അച്ഛന്മാരും പിശാചി കേറുന്നുണ്ട് മക്കളെ. അച്ഛനത് കാണിക്കാൻ എനിക്ക് കാണിക്കുന്നില്ല, മെത്രാനത് കാണിക്കാൻ എനിക്ക് കാണിക്കുന്നില്ല, സിസ്റ്ററിനത് കാണിക്കാൻ എനിക്ക് നോ നിനക്ക് കാണിക്കാൻ പറ്റില്ല. മീഡിയ നന്നായിട്ടെടുത്ത് കാണിക്കുന്നു. മീഡിയ നമ്മൾ പെരുപ്പിച്ച് കാണിക്കാം മീഡിയ. പിന്നെ എങ്ങനെയാ പള്ളിയിൽ പോണേ? ഈ അച്ഛനെ കുമാരനെ ഞാൻ എങ്ങനെ കൂടണേ? Who says this? The Satan says this. പിശാചി പറയും മക്കളെ. കർത്താവ് പറഞ്ഞു നിയമനം നോക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിശാചി പറയും അച്ഛന്മാരിലേക്ക് കന്യാസ്ത്രീകളിലേക്ക്. No, this is the body of Christ. ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്. അടിയേറ്റ, മുറിവേറ്റ, ചതഞ്ഞ, വീണ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ഒന്നുപോലെ കാണണം. ക്രിസ്തുവിനെ മുറിവേറ്റ നിങ്ങൾ പരിഭവം പറയുമോ? ക്രിസ്തുവിനെ മുറിവേറ്റ നിങ്ങൾ കുറ്റം പറയുമോ? തിരുവചനം പറയും, വാവിട്ട് നിലവിളിച്ച് ചന്തത്തടിച്ച് അവർ കടന്നു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാലഘട്ടത്തിലെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അത്ഭുത പ്രാർത്ഥനാ രീതിയാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അച്ഛനെ പറഞ്ഞ ഹല്ലേലൂയ. എന്തെന്നാൽ ഇതാ പന്തികൾക്കും പ്രസവിക്കാത്ത കുഞ്ഞുങ്ങൾക്കും കുടിപ്പിക്കാത്ത മുറികൾക്കും ഭാഗ്യം എന്ന് പറയുന്ന നാളുകൾ വരും. എല്ലാം തിരിച്ചു പറയും. വന്ധ്യകൾക്ക് ഭാഗ്യം. പഴയ നിയമത്തിൽ ശാപം കിട്ടിയവരാണ് വന്ധ്യകൾ. അടുത്തതെന്താ? മുലയും കാത്തവര്, കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്തവര്. തിരുവനന്തപുര അവ ഭാഗ്യപ്പെട്ടവർ എന്ന് പറയപ്പെടാറുണ്ട്. അവരുടെ കാലഘട്ടത്തിന്റെ ഒരു തിരിച്ചെടുത്ത് ബൈബിളിൽ കിടക്കണം. കാലഘട്ടത്തിന്റെ ഒരു തിരിച്ചെടുത്ത് ശരികളെല്ലാം തെറ്റും, തെറ്റുകളെല്ലാം ശരിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാലേതാ വെള്ളമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം, ശരിയേതാ തെറ്റേതാ എന്ന് സംശയിക്കുന്ന ഒരു കാലം. ഈ കാലം മക്കളെ ഇതാ ഈശോയുടെ കുരിശുമരണത്തിന്റെ കാലമായത്. ഹല്ലേലൂയ. ശരി വചനം പറഞ്ഞു തരുന്ന ശരികൾ അത് ശരികൾ തന്നെയാണ്. ഒരു വാക്യമുള്ളത് കഴിഞ്ഞിട്ട് വരും. എന്ന് പറയുന്ന നാളുകൊണ്ട് അപ്പോൾ നിങ്ങൾ മരങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുഞ്ഞുങ്ങളോട് ഞങ്ങളെ മൂടിക്കൊള്ളണമേ എന്നും പറയും. മടുത്തു, ജീവിതം മടുത്തു. എപ്പോഴാ? നിന്റെ ദൈവം കൊല ചെയ്യപ്പെടുമ്പോ, നിനക്ക് ദൈവത്തെ നഷ്ടപ്പെടുമ്പോ, നിനക്ക് ദൈവം ഇല്ലാതാകുമ്പോ നീ പറയും എന്തിനാ ജീവിക്കുന്നത്? നീ പറയുന്നപ്പോഴൊക്കെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, എന്തിനാ ജീവിക്കുന്നത്? നിരാശയുടെ അറ്റത്ത് പോയി നിൽക്കുക. എപ്പോഴാ? ക്രിസ്തു കൊല ചെയ്യപ്പെടാൻ പോകുമ്പോ, ക്രിസ്തു
ക്രിസ്തുവിനെ നിനക്ക് നഷ്ടപ്പെടുമ്പോ, ക്രിസ്തുവിനെ നീ മുറിവേൽപ്പിക്കുമ്പോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ നിരാശപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? നിനക്ക് രോഗം വന്നപ്പോഴല്ല, നിന്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിയിലായിരുന്നു. ക്രിസ്തുവിന്റെ വിലയിലാണ് വന്നപ്പോ നിന്റെ ജീവിതത്തിൽ. നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. പച്ചമരത്തോട് ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തായിരിക്കും സംഭവിക്കുക? ദൈവം തമ്പുരാനോട് ഇതാ ചെയ്തത്. പിന്നെ നമ്മുടെ കാര്യം ഞാൻ മനുഷ്യരുടെ ചില സമർപ്പിതരെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും. ചില സാധാരണ പറയാറില്ല. ചില സമർപ്പിതരെ ഞാനും മനുഷ്യൻ. നീ മനുഷ്യനല്ല കുഞ്ഞേ. നിന്റെ തലയിൽ മെത്രാനച്ഛൻ അഭിഷേക തൈലം പൂശി തന്നപ്പോ നീ മനുഷ്യനല്ല, നീ ദൈവ മനുഷ്യൻ. അതേപോലെ ഇന്ന് പരിശുദ്ധാത്മാവിനെ ചുറ്റി പറയില്ല ഞാൻ മനുഷ്യനല്ല. You are a redeemed human being. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമേത. അതാണ് വിഷയം. നീ you are redeemed. ഒരു സാധാരണ മനുഷ്യന്റെ സഹനവും ഒരു ദൈവമേതയുടെ സഹനവും ഒത്തിരി വ്യത്യാസം. ഒരു സാധാരണ മനുഷ്യന്റെ സഹനവും ഒരു ദൈവമേതയുടെ സഹനവും ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻ വെറുതെ ഞെക്കിപ്പിഴിഞ്ഞ് അവനെ മണ്ണിലേക്ക് അരിഞ്ഞു പോകും. സാധാരണ മനുഷ്യൻ അവൻ പരിഭവം, അവൻ പരാതി, അവൻ കുറ്റപ്പെടുത്തലും ഒക്കെയാണ് അവൻ നിൽക്കും. ഒരു ദൈവ പൈതൽ പിഴിയപ്പെടുമ്പോൾ ആ അഭിഷേകം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും. വെറുതെ കളയുന്ന അഭിഷേകം കർത്താവ് തന്നെ കൃപ നഷ്ടപ്പെടുത്തലും. ഇനി ഒരു ആത്മീയരഹസ്യം പറഞ്ഞുതരട്ടെ. ഒരു ആത്മീയരഹസ്യം പറഞ്ഞുതരാം. നിനക്കൊരു തകർച്ച കിട്ടുമ്പോ ഓർത്തു ഒരനുഗ്രഹം. പരിശുദ്ധാത്മ പറഞ്ഞു അല്ല, പരിശുദ്ധാത്മ പറഞ്ഞു നിനക്കൊരു തകർച്ച കിട്ടുമ്പോ നിനക്കൊരു അനുഗ്രഹം വരുന്നു. എന്ന് വെച്ചാൽ ആ തകർച്ചയാണ് നിന്റെ അനുഗ്രഹത്തിന്റെ സ്രോതസ്. ആ നൊമ്പരമാണ് നിന്റെ അഭിഷേകത്തിന്റെ സ്രോതസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടരുത്. ഇത് നിന്റെ ആവശ്യം. നീ പഠിച്ചോ? നീ ചുമ്മാ അച്ഛനെ ആശ്വസിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ പറയുന്നതല്ല. ജീവിതത്തിൽ മുട്ടി നിന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ജീവിതത്തിൽ നിന്ന തീക്കലിന്റെ കഥയല്ല പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ ചിന്തിക്കാൻ വലിയ ആഗ്രഹമുള്ള കാര്യത്തിൽ എന്തായാലും പറയാം. 50 ദിവസത്തിന്റെ ഗ്യാപ്പില് 2 സഹോദരന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ഒരു പുരോഗതിയായിരിക്കും. അനുജൻ മരിച്ച് 50 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ച ഒരു സഹോദരനാണ്. ഞാനാ പറയുന്നത് ഒരു കൃപയുടെ ഒഴുക്കാരംഭിക്കാൻ പോകുന്നു. ഒരു അഭിഷേകം പൊട്ടിയെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോയി. എന്നാലും നമുക്ക് ഒന്ന് വായിച്ചത് ഒരു ഭാഗം മാത്രം. 32-ാം വാക്യം വായിച്ചത്. പച്ചമരത്തോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തായിരിക്കും സംഭവിക്കുക? ദുഷ്പ്രവർത്തിക്കാരായ മറ്റു 2 പേർ കൂടി വധിക്കപ്പെടേണ്ടതിനായിരിക്കും. പച്ചമരത്തോട് ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തായിരിക്കും സംഭവിക്കുക? ദുഷ്പ്രവർത്തിക്കാരായ മറ്റു 2 പേർ കൂടി വധിക്കപ്പെടേണ്ടതിനായിരിക്കും. തന്നോടുകൂടി വരുന്നുണ്ടായിരുന്നു. തലയോട് അതായത് ദുഷ്പ്രവർത്തിക്കാരായ 2 പേരെ കൂടി ഈ തിരുവൾക്കാരിലേക്ക് ഈശോ കൂട്ടുകൊണ്ടു. ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ ഒരു പുരോഹിതനെ കൊണ്ടുപോയില്ല കൂടെ. ഈശോയുടെ കൂടെ കുരിശിൽ കിടക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാപുരോഹിതനല്ല, ഒരു സദുക്കേയനല്ല, ഒരു ഫരിസേയനല്ല, ഒരു നിയമജ്ഞനല്ല. 2 കുറ്റവാളികൾ. മക്കളെ, ക്രിസ്ത്യൻ റിലീജിയൻ ഈസ് എ റെവല്യൂഷണറി റിലീജിയൻ. വിപ്ലവത്തിന്റെ മതമാണ് ക്രിസ്തു മതം. സ്നേഹത്തിന്റെ വിപ്ലവം, കരുണയുടെ വിപ്ലവം, ദൈവിക ഇടപെടലിന്റെ വിപ്ലവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിടത്തും കിട്ടില്ല മക്കളെ, വേറെ ഒരിടത്തുമില്ല.
നോക്കിയാൽ നിങ്ങൾ വിചാരിക്കരുത് രണ്ടെണ്ണത്തിന് കെട്ടിയെടുത്ത് കർത്താവിലൂടെ കിട്ടുന്നത്. ദൈവമക്കളെ, കുരിശിന്റെ യാത്രയും കുരിശിന്റെ മരണവും directed by Holy Spirit. Hallelujah. ഓർമ്മകളെ നിങ്ങളെ തന്നതിന്റെ ബുദ്ധിനെ കുറ്റം പറയട്ടോ. Because God allowed it. സ്റ്റേജിൽ നാടകം നടക്കണമെങ്കിൽ സംവിധായകൻ അനുവദിക്കണം. സംവിധായകൻ അനുവദിച്ചു. എന്റെ പുത്രന്റെ കൂടെ രണ്ട് കുറ്റവാളികൾ പോയാൽ മതി എന്ന് വെച്ചാ എല്ലാ കുറ്റവാളികൾക്കും അവന്റെ കുരിശിനെ ചുമന്ന് രക്ഷയുണ്ട്. ആരും എക്സ്ക്ലൂഡല്ല മക്കളെ. അതാണ് ഗോസ്പൽ. അതാണ് ഗോസ്പൽ. ആരും എക്സ്ക്ലൂഡല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 മക്കളെ ഓർത്തുകൊള്ളുക, നിനക്ക് യു ഹാവ് എ പ്ലേസ് നിയർ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ ലോകത്തിലെ രക്ഷയുടെ ഒറ്റയിടമേ ഉള്ളൂ, അത് വിശുദ്ധ കുരിശ്. ക്രിസ്തുവിന്റെ കുരിശ് എടുക്കുന്നതിന് ഇടയുണ്ടെന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത്. കുറ്റവാളികളെ രണ്ടും നോക്കിയേ, ഒരിക്കലും അവിടെ രക്ഷപ്പെടുന്നില്ല. അവിടെ രക്ഷപ്പെടുന്നില്ല. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ ദുഷ്പ്രവർത്തിക്കാരൻ ഒരുവന് തന്നെ വലുതും ഒരുവനെ തന്നെ ഇടുത്തമായി ക്രൂശിച്ചു. നോക്കിയ മക്കളെ, വിശുദ്ധ ആൾത്താരയിൽ രണ്ട് പാപികൾ രണ്ട് വശം. ഇതാ മക്കളെ നമ്മുടെ തിരുവഴുത്താരൻ. നീ എത്ര വലിയ ദുഷ്പ്രവൃത്തി ചെയ്തവരാണ്. യു ഹാവ് സാൽവേഷൻ. നിനക്ക് രക്ഷയുണ്ട് പൈതലേ, നിനക്ക് വിടുതലുണ്ട് പൈതലേ, നിനക്ക് അനുഗ്രഹമുണ്ട് പൈതലേ. കുറ്റബോധം കൊണ്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയോ? കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്ത് തന്നത് തിരിച്ചറിയോ മക്കളെ? കുറ്റബോധം എന്ന ഒറ്റ കാരണത്താൽ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ തുടർന്ന് ചരിത്രം യൂദാസിൽ തുടങ്ങുന്നു. ദൈവമക്കളെ, കുറ്റബോധം ദൈവത്തിൽ നിന്നല്ല. കുറ്റബോധം ദൈവത്തിൽ നിന്നല്ല. പാപബോധം അത് ദൈവത്തിൽ വെച്ചാൽ ദൈവത്തിൽ നമുക്ക് തിരിച്ചു പോണില്ല. പാപബോധം ഞാൻ തെറ്റിയതാ കളിച്ചല്ല പാപബോധം. Lord, I have gone away from you. I want to come back, and that is the sense of sin. Hallelujah. കർത്താവിനെ വിടുതലായി കൊണ്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നീ വെളി കിടന്നപ്പോ അകത്ത് കടക്കാതെ നീ അനുഗ്രഹിക്കപ്പെടില്ല. അകത്ത് കടക്കാതെ പെട്ടകത്തിനുള്ളിൽ കയറാതെ നിനക്ക് രക്ഷയില്ല. വെളി നിൽക്കരുത്. നീ ആരുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലുള്ള ദൈവമായിക്കൊള്ളട്ടെ, you have a place on his altar. Hallelujah. 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 നമ്മൾ ധൈര്യമുള്ള വിട്ടുകളയല്ല. പാപം ചെയ്യുമ്പോൾ കൈനിട്ടണം. പാപം ചെയ്യുമ്പോൾ കൈനിട്ടുമ്പോ നിന്റെ തലയിൽ കൂടെ ഈശോയുടെ രക്തം ഒഴുകും. വിട്ടുകളയല്ലേ മക്കളെ, വിട്ടുകളയല്ലേ. ഉപേക്ഷിച്ചു പോകുന്ന മക്കളൊക്കെ ഉണ്ട്. വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നവർ, ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നവർ, വെറുതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. 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 34-ാം വാക്യം. യേശു പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഹല്ലേലൂയ. 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 From the cross flows forgiveness. കുരിശിൽ നിന്ന് കരുണയൊഴുകും. ദൈവപൈതലേ, നീ കുരിശെ ആഞ്ഞു പിടിച്ചു. 2000-ാം ആണ്ടില് ലോകത്തിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമുണ്ട്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒരു വലിയ കുരിശ് രൂപത്തിന്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഭ ഇന്ന് വരെ ചെയ്ത സകല പാപങ്ങൾക്കും നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കുരിശിൽ നിന്ന് രക്ഷയൊഴുകും. കുരിശിൽ നിന്ന് വിടുതലൊഴുകും. കുരിശിൽ നിന്ന് ക്ഷമയൊഴുകും. ഹല്ലേലൂയ. 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 അടുത്ത വാക്യം ഇതാണ്. അടുത്ത വാക്യം നോക്കിയേ. ദൈവങ്ങളെ വെറും വാക്യമായിട്ടുള്ള വായിച്ചതല്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. അവന്റെ കുരിശിൽ നിന്നാണ് നിനക്ക് കൃപ ലഭിക്കുന്നത്. Directed by God, directed by the Holy Spirit. അവര് വസ്ത്രം വീതിച്ചെടുത്ത് നമുക്ക് വെറുതെ നമ്മൾ വായിച്ചു
അച്ഛന്മാരെ ശുശ്രൂഷിക്കുന്ന ഈ ഉൾപ്പെടി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ വചനം കേൾക്കാൻ പോയില്ല. പുതിയൊരു വസ്ത്രം, പുതിയൊരു വസ്ത്രം അച്ഛൻ അതിട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ മോഡല് ദൈവം ഇടുന്ന ഒരു അതിലും വലിയ വസ്തുക്കളുണ്ട്. വിശ്വസിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിന്നെ ഒരു പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. അവൻ കുരിശിൽ അവന് വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ വിശുദ്ധിയുടെ അഭിഷേകത്തിന്റെ അനുഗ്രഹത്തിന്റെ വസ്ത്രങ്ങൾ അവൻ നിനക്ക് തന്നുവെന്ന് മനസ്സിലായോ? കുരിശ് മരണം കർത്താവ് ചെയ്ത പരിപാടിയാണ്. ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവനെ നമ്മൾ തല്ലിക്കൊന്നു. നല്ല മക്കളെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഇനിയെങ്കിലും ദൈവമക്കളെ മനസ്സിലാക്കണം, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഒരു ചേച്ചി കർണാടകയിൽ നിന്ന്, ചേച്ചിക്ക് മലയാളം അറിയത്തില്ല, ജോലിയോട് അറിയില്ല. പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് വന്നാണ്. ഞാനൊരു കണ്ടുപിടിക്കില്ല. അച്ഛൻ പറഞ്ഞിട്ട് വന്നു. എന്താ ചേട്ടാ, ഞാനങ്ങനെ പറയാറില്ല, പറയാതെ വന്ന കാണാമായിരുന്നു. ഇവരെല്ലാം അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ്. അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ്. സത്യമായിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് അവരെ കണ്ടു. കയറി വന്നു. ഒരു വഴക്കും പകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർ തിരക്ക് കണ്ടിട്ട് ഒരു അടിയും പകളെല്ലാം കഴിഞ്ഞിട്ടാണ് കയറി വന്നിട്ട് വന്നു. അവർ ഇംഗ്ലീഷിലാണ്, മലയാളം ഇവരവർക്ക് കയറുന്നതിന് പറഞ്ഞാൽ എൻ്റെ കുടുംബം തകർന്ന വെച്ചാൽ ഭർത്താവും മക്കളാണ് കുടുംബം. വലിയ സമ്പത്തുള്ള കോടീശ്വരന്മാർ. രണ്ടാമ്പിള്ളാരും പള്ളിയിൽ പോയിരിക്കുക. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, പിശാചനോട് പറഞ്ഞ പിശാചൻ Satan told me എന്നാ പറഞ്ഞ പിശാചനോട്? പിശാച് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ നിന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകും, പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകും. നമ്മള് കേൾക്കുന്നില്ല, അവള് കേൾക്കും. നമ്മളിത് കേൾക്കുന്നില്ല, അവള് കേൾക്കും. എന്നിട്ട് ഇവള് പറഞ്ഞോണ്ടായതാണ് അതെന്നെ ചാക്കിലോട്ട് കയറി. അവള് പിശാചോട് പറഞ്ഞേ, പിശാചേ, നീയേ എനിക്ക് വേണ്ടി രക്തം ചിന്തിട്ടില്ല, നീയേ എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. എന്റെ ജീസസ് ക്രൈസ്റ്റ് എനിക്ക് വേണ്ടി രക്തം ചിന്തി, അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അവന് മാത്രമാ എന്റെ മേൽ അധികാരം. ക്രിസ്തുവിന് നമ്മുടെ മേൽ അധികാരമുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ ദൈവ പൈതലിന്റെ മേല് ക്രിസ്തുവിന് അധികാരമുണ്ടെന്ന്. നമ്മൾ ക്രിസ്തു രാജ്യത്തില് നമ്മൾ സംരക്ഷിതരാണെന്ന് തിരിച്ചു. നിനക്ക് വേണ്ടി രക്തം ചിന്തിയവന്, നിനക്ക് വേണ്ടി മരിച്ചവന് നിന്റെ മേൽ അധികാരമുണ്ട്. അവൻ നിന്നെ രക്ഷിക്കും. റോമാലേഖനം വായിച്ചപ്പോൾ നേരമില്ല പറഞ്ഞു, നിങ്ങളെ വിട്ടേക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് നാളെ സ്കൂളിൽ പോകാനുള്ള സ്കൂളിൽ പോകാനാണോ അടുത്തുള്ള അവധിയാണ്, മഴ പെയ്തോളും അവധിയാകുന്ന കാലത്ത് കോട്ടയത്തിലേക്ക് അവധി കേട്ടോ കേട്ടോ. അങ്ങനെ നല്ലതായിരുന്നു അല്ലേ? ചുമ്മാതാണെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല. വിട്ടേക്കണം. 8:30 നമ്മുടെ ശുശ്രൂഷ പുരോഗതി. 8:30 ഫൈനൽ പഠിക്കും. 8:25 ചെറുതാണെങ്കിലൂടെ 8:30 വീട്ടിൽ വിടും. ഹല്ലേലൂയ, 3 ഹല്ലേലൂയ, ലേഖനത്തില് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നില്ല, വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ടവരാ നമ്മള്. വില കൊടുത്ത് റോമാ സഭയ്ക്ക് എഴുതുമ്പോൾ ആ കാലഘട്ടത്തില് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് അടിമ വ്യവസ്ഥ. ഒരു ഉടമ ചെന്ന് ഒരു അടിമയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അടിമ പൂർണ്ണമായിട്ടും ഉടമയുടെ സ്വന്തമാണ്. എന്ന് വെച്ചാൽ വീണ്ടും വ്യാഖ്യാനിച്ചു തരാം. ആ അടിമയ്ക്ക് അടിമ എന്ന് പറയുന്ന ആള് ഈ ഉടമയ്ക്ക് സ്വന്തം മകനെ പോലെയാണ്. അവന്റെ രക്തം പോലെ തന്നെയാണ് അവൻ ഈ അടിമയെ കാണുന്നത്. ദൈവമക്കളെ, പൗലോസ്ലീഹ ഈ വാക്യം പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. നീ കർത്താവിന് സ്വന്തമാക്കപ്പെട്ടവനാ. നീ കർത്താവിനെ സ്വന്തമാ. നിനക്ക് വേണ്ടി വില കൊടുത്തു. You are paid for. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളെ തൊടുകയില്ല. കൂടുതലോ മന്ത്രവാദം പേടിക്കാത്ത ഒത്തിരി മക്കളുണ്ട്. എടുക്കുമ്പോൾ വെളിയിലേക്ക് കളഞ്ഞ എന്തിനാ കളഞ്ഞില്ലേ കുഴപ്പമില്ല.
ഇല്ലെങ്കിൽ എടുത്തു. അവിടെ നിന്ന് ഇവിടുന്ന് ആളെ കൊണ്ടുവന്നിട്ട് അവർക്ക് 5000 10,000 രൂപ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനല്ല. ഇസ്രായേലിനെ യാതൊരു തിന്മയെ ബാധിക്കില്ല. പേടിക്കാതെ. പേടിക്കുന്ന നിങ്ങളുടെ തലേ വീഴും. പേടിക്കുന്ന നിങ്ങളുടെ തലേ വീഴും. ഒരു വേദന വന്നുള്ള ക്യാൻസർ 10 ക്യാൻസറായി പോകും. ഒരു വേദന കുഴപ്പമില്ലെന്നേ. ഇതൊന്നും അല്ലെന്നേ. ഒരു 10 തവണ യേശോപ്പൻ പറഞ്ഞിട്ട് പോയി നോക്ക്. അതൊന്നും അല്ലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്വന്തമാക്കിയ നിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പിശാചിനെ ദൈവം അനുവദിക്കില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? നീ ഇട്ടിരിക്കുന്ന അവനും ഈ ഞാൻ ഈ ഉൾപ്പെട്ട് വരുമ്പോൾ എന്തെന്നറിയാം? ഈ ഉൾപ്പെട്ട് വന്ന് എന്തെന്നറിയാം? എന്താ പറയുന്നത്? പുരോഹിതനം. ഒരു പുരോഹിതനം. അതുകൊണ്ട് ഈ ഉൾപ്പെട്ട് നിന്റെ വസ്ത്രം നിന്നെ വ്യത്യസ്തരാക്കും. ദൈവമക്കളെ, ഒരു ദൈവത്തിന്റെ വസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. അവന്റെ വസ്ത്രത ഞാൻ ചോദിക്കട്ടെ, അവന്റെ കയ്യിലേക്ക് കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് ഇവിടെ വന്നാൽ എന്തെന്ന് പറയും? ചേട്ടനെ കൊണ്ടുപോകുന്നു. ചേട്ടനെ എന്താ കേട്ടാ ചുമടെടുക്കാൻ വന്നാണോ? അതേപോലെ കൃപയുടെ വസ്ത്രം ധരിച്ചു. ഇല്ലെങ്കിൽ വല്ലവരും നിങ്ങൾ പിടിച്ചോണ്ട് പോകും. കൃപയുടെ വസ്ത്രം ധരിച്ചതാണ്. അഭിഷേകം കൊണ്ടില്ല മക്കളെ. വണ്ടി പറയും നിന്റെ ദേഹത്തൊന്നും പറ്റില്ല, നിനക്കൊരു പ്രതിസന്ധി വരില്ല. അഭിഷേകത്തിന്റെ വസ്ത്രം ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ വസ്ത്രം ധരിക്കണം. കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് പോകുമ്പോ കുഞ്ഞുമക്കൾക്ക് കൃപയുടെ വസ്ത്രം ധരിപ്പിച്ചു വിടണം. കർത്താവേ, നിന്റെ തിരിരത്തുക എന്റെ കുഞ്ഞിനെ പൊതിയണമേ. നിന്റെ സംരക്ഷണ കവചം നീ കൊടുക്കണമേ. അമ്മ മാതാവിന്റെ നീല കാപ്പയ്ക്കുള്ളിൽ എന്റെ കുഞ്ഞിനെ പൊതിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വസ്ത്രങ്ങൾ ഭാവിച്ചെടുക്കാൻ അവർക്ക് കഴിയും. കണ്ടു നിന്നു കുറച്ച് മനുഷ്യരുണ്ട്. ഇതൊന്നും ഉള്ളിലോട്ട് പോയി നോക്കിയിരിക്കുക. എന്താ സംഭവിച്ചത്? പൊന്നുനാഥൻ കുരിശിൽ മരിക്കുക. നോക്കിയിരിക്കണം. കയ്യും കെട്ടി നോക്കിയിരിക്കുക. എന്താ പറയുന്നത്? അവൻ കുരിശിലെത്തുമ്പോൾ നീ അറിയണം, നിനക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ കൈയും കാലും നിറയ്ക്കണം. ഇതിനെ നിന്റെ കൈയും കാലും നിറയ്ക്കണം. ആരും കാണാതെങ്കിലും നീ ഉള്ളിലൊന്ന് തേങ്ങണം. നീ ഒന്ന് തേങ്ങി കരയണം. എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ ഇത്. ഓർക്കണം മക്കളെ, അച്ഛൻ പറയുന്നത് ഇന്ന് രാവിലെ അർപ്പിച്ച കുർബാനയുടെ കാര്യമാണ്. ഇന്ന് രാവിലെ കയ്യിൽ കെട്ടി നമ്മൾ നോക്കി നിന്ന കുർബാനയുടെ കഥയാണ് പറയുന്നത്. Hallelujah. Or if you believe that this sacrifice gives me life, this sacrifice gives me redemption, you will get it. Hallelujah. Hallelujah. സ്വർണം വാങ്ങിക്കാൻ വേണ്ടി കടയച്ചു. എന്ത് ചെയ്യണം? സ്വർണം വാങ്ങിക്കാൻ വേണ്ടി കടയച്ചു എന്ത് ചെയ്യണം? ക്യാഷ് കൗണ്ടറിലേക്ക് നീ പൈസ അടച്ചു കൊടുക്കണം. ഒരു വില വെച്ചു കൊടുക്കണം. സ്വർണ്ണക്കടക്കാരൻ പാസിൽ തൂക്കിട്ട് പറയും, ഇത് 2 പവൻ മാല നിനക്ക്. നീ വില കൊടുത്ത് വാങ്ങിക്കണം. കാഴ്ചക്കാർക്ക് കൃപയില്ല. ഹല്ലേലൂയ. എനിക്കറിയില്ല നിങ്ങളുടെ സഭയിലെ നിയമം എന്താണെന്ന് എനിക്കറിയില്ല. കത്തോലിക്ക സഭയിൽ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഉപവാസമുണ്ട്. നാളുകൾക്ക് മുമ്പ് എൻ്റെ വല്യമ്മയൊക്കെ ഞാൻ ഓർക്കുക 24 മണിക്കൂറായിരുന്നു ഉപവാസം. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഞാൻ ഓർമ്മ എൻ്റെ വല്യമ്മ അപ്പച്ചി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പച്ചി മുഖം പറഞ്ഞ ദുഷ്ടമതിയായ ഭക്തയായ ഒരമ്മയാണ്. വല്യപ്പൻ്റെ പെങ്ങൾ, അപ്പൂപ്പൻ്റെ പെങ്ങൾ, അപ്പൻ്റെ അമ്മയുടെ പെങ്ങൾ ഭയങ്കര ഭക്തസ്ഥയാണ്. അമ്മ കയ്യിൽ ബൈബിളുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. പ്രസാദിയാണ് ദുഃഖവെള്ളി ഈ ദിവസങ്ങളിൽ വെള്ളം പോലും നടക്കാതെ പള്ളിയുടെ വാണിൽ അമ്മയെങ്കിൽ അപ്പച്ചിരിക്കുന്ന വെളിയിലാണ്. അവിടുന്ന് വെളിയിലേക്ക് പോകും.
വെള്ളം നനക്കല് ഉണ്ണിനീരാണ് ഈ അമ്മച്ചി. ഈ അമ്മച്ചി അതൊക്കില്ല. നോക്കണേ, ഈ 2019 ആണ്ടിൽ നിന്നാണോ ഈ വിവരമില്ലാത്ത പുരോഹിതൻ ഇത് പറയുന്നത് എന്ന് ചിന്തിക്കല്ല. അടുത്തൊരു 24 മണിക്കൂർ ഉപവാസം എടുത്തിട്ട് ഇതൊക്കെ പാലിക്ക് പോകും. ഞായറാഴ്ച കുർബാനയുണ്ട്. ഒരു 24 മണിക്കൂർ ഉപവാസം എടുത്തിട്ട് അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്കുക. ബാക്കി ഞാൻ പറയുന്നില്ല. ദൈവ പൈതലേ, നിന്റെ സൗകര്യത്തിലും നിന്റെ സുഖത്തിലും അവിടെ വെളിയില്ലെന്ന്, അവിടെ ക്രിസ്തുവില്ലെന്ന്, അവിടെ ക്രിസ്തുവിന്റെ മരണമില്ലെന്ന്. ഹല്ലേലൂയ. സ്വർണ്ണത്തിന് പണം കൊടുക്കുന്നത് പോലെ ദൈവ പൈതലേ, നിന്റെ ഒരു കാത്തിരിപ്പ്, നിന്റെ ഒരു ദാഹം, നിന്റെ ഒരു വിശപ്പ്, നിന്റെ ഒരു ആഗ്രഹം, അത് പ്രധാനപ്പെട്ടതാണ്. അനേകം മക്കൾ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച് പോകാറുണ്ട്. ഈ മക്കൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദൈവം ഇതിലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. 30 തീയതി 21 ദിവസത്തെ ഉപവാസം പിടിക്കുക. അച്ഛനല്ല, അച്ഛൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്. എന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി just to attend my ministry, he is fasting and his wife is fasting for 21 days. അച്ഛന് നാണം തോന്നുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി 21 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകെട്ടി നിൽക്കരുത് മക്കളെ. വരുമ്പോഴൊരു വേദന ഉണ്ടാവണം, വരുമ്പോ നിനക്കൊരു നൊമ്പരം ഉണ്ടാവണം. നീ ഇടുന്ന പണത്തിന്റെ കഥയല്ല ചെറുപ്പമേൻ, നിനക്കൊരു ത്യാഗം ഉണ്ടാവണം. തലേ രാത്രി 4 മണിയാതെ നീ 1 മണിക്കൂർ ഉണർന്നിന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. ദൈവവൈദ്യര് നിന്റെ ശരീരത്തിൽ ഒരു ക്ഷീണമുണ്ടെങ്കിൽ അഭിഷേകം നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ, പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ ജീവിപ്പിച്ചല്ലോ. ഇവൻ ഈ മജന കേട്ട സുഖപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിടാൻ സുഖപ്പെട്ടില്ലല്ലോ. അല്ല സുഖപ്പെട്ടില്ല. അവര് സൗഖ്യത്തിനെ ഉണ്ടായിട്ടുള്ളത് തിരിഞ്ഞു നോക്കട്ടെ. അവര് സൗഖ്യത്തിനെ ഉണ്ടായിരുന്നു. ആരും കിട്ടുന്നില്ല. ക്ഷമിക്കണം, കൈ നോക്കിയിട്ടുണ്ട്, കൈനൊക്കെ അവർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാ പറയുന്നത്. അഭിഷേകം പ്രവർത്തിക്കുന്നത് അങ്ങനെയാ. കിട്ടിയോ കിട്ടിയില്ലോ, കിട്ടിയില്ല. അങ്ങനെ ചിന്തിക്കുന്നത് കിട്ടിയോ കിട്ടിയില്ലോ, കിട്ടിയില്ല. കിട്ടിയില്ല കൈ നോക്കിയ ആ സമയത്ത് ഒരു അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധ്യാനത്തിന് അച്ഛന്മാരുടെ ധ്യാനത്തിന് കഴിഞ്ഞത് അച്ഛന്മാരുടെ ധ്യാനത്തിനിടയ്ക്ക് ഞാനിപ്പോ ചോദിച്ച അതേ ചോദ്യം അച്ഛൻ ചോദിച്ചു, ഒരാഴ്ച ചോദിച്ചു. ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയെങ്കിൽ കൈവക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മെടുക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് രോഗവുമില്ല, രോഗമുണ്ട്, ഞങ്ങൾ സുഖപ്പെടുത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു പാവം പിടിച്ച അച്ഛനാണ് കൈവക്കി. ഒരു വയസ്സുള്ള അച്ഛൻ 2 കൈ പറഞ്ഞു 2 കൈ കുടിക്കുന്നുണ്ട്. വരാൻ അച്ഛനിങ്ങനെ നടന്നിങ്ങനെ വരിക. അച്ഛൻ നടന്നിങ്ങനെ വരിക. വന്നിട്ട് ആൾക്കാരെ വെച്ചാൽ മൈക്രോൺ പറയാൻ പറഞ്ഞു. പറഞ്ഞെന്താണെന്നറിയോ? അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കാലിൽ എന്തൊക്കെ ഒരു തരിപ്പ് പോലൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ വിശ്വസിച്ച് കർത്താവിന്റെ കാല് സുഖപ്പെടുന്നത് വലിയ ഒരു പ്രത്യേകതര വാതരോഗം ബാധിച്ച അച്ഛനാണ്. അച്ഛന്റെ കാലിന് വാതരോഗം, കാലിന് നീര. അച്ഛനത്തിൽ പറഞ്ഞെടുത്ത് കേൾക്കണം. അവിടെ നിങ്ങോട്ട് നടന്നിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അച്ഛന്റെ കാലിന് സൗഖ്യം കിട്ടുക. ആൾക്കാരെത്തിയപ്പോ അച്ഛന് പൂർണ്ണ സൗഖ്യം. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ 100% ഉറപ്പുള്ളതായി. എനിക്കൊരു അഭിഷേകം ഉണ്ടാവില്ല, അങ്ങനെ ഉറപ്പുള്ളതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എനിക്ക് രക്ഷിച്ചില്ലേ? ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായ മെസ്സിയാണെങ്കിൽ തന്നെ ജീവിപ്പിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. നീ മെസ്സിയാണെന്ന് പറഞ്ഞല്ലോ, നീ അത് ജീവിപ്പിച്ച് ജീവിപ്പിച്ച മക്കളെ. ഈ ചോദ്യത്തിന് ഉത്തരമില്ലെന്ന്
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ ഒരു അഭിഷേകത്തിൽ കേറണം. കഴിഞ്ഞ ആഴ്ചയിൽ മാനസികമുള്ള ഒരു പെൺകുട്ടിയെ കൊടുത്തു. മാനസികമാണ് വയലിന്റെ വെച്ച് കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച മരീനാരാധനയ്ക്ക് മുമ്പിലിരിക്കുന്നില്ല. തലേ കൈ ഹിന്ദുക്കുട്ടി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് വിട്ടു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ 3-4 പരിപാടിയാണ്. വൈകുന്നേരം ഞാനൊരു 8-8:30 മണിയായപ്പോഴാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് പോയില്ല. അവരെങ്ങോട്ട് ദൂരെ തന്നെ വന്നിട്ട് പറയാം. ആ പോയില്ല ചാ അച്ഛൻ എപ്പം വന്നാൽ അപ്പോൾ കാണാൻ വേണ്ടിയാണ് എനിക്ക്. ആരാണ് പറഞ്ഞത്? 10:30 മണിയെങ്കിലും ആദർശം പറ്റില്ല. ലൂർദുപള്ളിയുടെ വ്യക്തിയെ കഴിഞ്ഞാൽ 10:30 മണി ആദർശം പറ്റില്ല. ഈ കുടുംബം എന്നിട്ട് പറഞ്ഞു നിന്നിട്ട് കേൾക്കണം. കടുത്ത ഡിപ്രഷനും അസ്വസ്ഥതയുള്ള പെൺകുട്ടി പറയാം, അച്ഛൻ ആ തലയേക്കാരും ഞാനിവിടെ ഞാനായിരുന്നു എനിക്കറിയാം. എറണാകുളത്ത് ഓടുന്ന കൂടുതൽ ചെറ്റൊന്നും എനിക്ക് തീർച്ചയായും ഞാനൊന്നും രൂപപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഞാനല്ല രൂപപ്പെടുന്നത്. ഞാൻ വെറുതെ തലയെ കൈവച്ച് ആ മൂന്നെ പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടു. ഇന്നലെ വന്നിട്ട് പറയാം, ആ കുട്ടിക്ക് അടുത്ത ഭയങ്കര നാട്ടിൽ മുന്നിലേക്ക് പോകുന്നില്ല, ഇരുട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല. ഈ പ്രശ്നം കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനത്തെ ഒരു പ്രശ്നം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കൈയടിച്ചു ഹൈന്ദവനായ ആ പട്ടാളക്കാരൻ മിലിറ്ററിയിൽ ജോലിക്കാൻ അവധിക്ക് വന്നിരിക്കാം. ഈ മനുഷ്യൻ പറയാം, അച്ഛാ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇവരുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസമായി. ഇവരുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഇവക്കൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. നീ ഒന്ന് കാണിക്കത്തില്ലവൻ നിനക്ക് മിസ്സിഹായല്ലേ, നീ ഒന്ന് രക്ഷപ്പെട്ട് അവൻ രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ പടയാളികളും തന്റെ അടുത്ത് വന്ന് തന്നെ പരിഹസിച്ചു. തനിക്ക് അവർ ചൊറുക്കാൻ കൊടുത്ത് ഈ യഹൂദന്മാരുടെ രാജാവ് ചൊറുക്കാൻ കൊടുക്കുന്നത് വ്യാഖ്യാനം കാണാം. നമ്മൾ മരിച്ചു. ഇതൊരു മയക്കുമരുന്ന് പോലത്തെ സാധനം. ഇത് കഴിച്ചു കഴിഞ്ഞവരെ വേദന അനുഭവിക്കുന്നില്ല. കർത്താവിന്റെ വേദന കുറച്ച് കാണാൻ നോക്കില്ല മക്കളെ. അവന്മാര് സ്നേഹം കൊണ്ട് കൊടുത്തതായിരിക്കാം. ചൊറുക്കാൻ വേണ്ടി ഇത് കുടിച്ചു മത്ത് പിടിക്കും, അല്ലെ വേദന ഫീൽ ചെയ്തില്ല. മരിച്ചു വേദന കിട്ടില്ല. കർത്താവ് ഈ പാനപാത്രം അതിന്റെ അവസാനത്തെ മട്ടോടുകൂടി കുടിക്കാൻ വേണ്ടിയാണ്. അത് കുടിക്കുമ്പോ ഒരു രക്ഷയുണ്ടെന്ന്, അത് കുടിക്കുമ്പോ ഒരു അനുഗ്രഹമുണ്ടെന്ന് എനിക്കറിയാമേ. ജീവിതത്തിൽ ഒളിച്ചോടരുത്. കർത്താവ് നിന്റെ ജീവിതത്തിൽ തന്നെ സമരങ്ങളെ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കുമ്പോ നീ തിരിച്ചറിഞ്ഞുള്ള ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം, ഒരു കൃപ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. യുവാവിനെ ഞാൻ കണ്ടുപോയി. നാളുകൾക്ക് മുമ്പ് വീട് വിട്ടുപോയ യുവാവ്, വീട് വിട്ടുപോയ ഒരു യുവാവ് വിദേശ രാജ്യത്തവനുണ്ട്. വീട് വേണ്ടി യാതൊരു ബന്ധവും ഇതിന്. അവന്റെ ഭാര്യ, അവന്റെ കുട്ടി, ഓരോ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞില്ലേ, ഉപവാസത്തിന്റെ ധീര കഥ പറയുന്ന ഒരു കുടുംബം. ഈ മകളും കുഞ്ഞുകൂടെ വന്ന് പ്രാർത്ഥിക്കും, അപ്പാ തിരിച്ചു വരണേ. ഇന്ന് 11 മണിയായപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അപ്പ തിരിച്ചു വന്നു. നിന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഇത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കാൻ പോവാ. യഹൂദന്റെ രാജാവ് എന്ന് പറയുമ്പോ അതിന് അർത്ഥം എനിക്ക് മനസ്സിലായി. ദൈവമക്കൾ, യഹൂദ ജനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം ജനം. നീ ദൈവജനത്തിന്റെ കർത്താവാണെങ്കിൽ, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അടുത്ത വാക്യം, ഇവൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് ഗ്രീക്ക്, ലത്തീൻ, എബ്രായ ഭാഷകളിൽ എഴുതിയ ഒരു മേലെഴുത്തും തനിക്ക് മുകളിലായി വയ്ക്കപ്പെട്ടിരുന്നു. ആരും തിരിച്ചവരാക്കും തെറ്റുപറ്റില്ല. ലോകത്ത് അന്നുണ്ടായിരുന്ന ഭാഷകളിലൊക്കെ, ലോകത്ത് അന്നുണ്ടായിരുന്ന പ്രധാന ഭാഷകളിലൊക്കെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചു, ഇവൻ രാജാവാണ്, ഇവൻ. മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിൽ എഴുതിയിട്ടുണ്ട്, കന്നഡയിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ശരിയാവില്ല, കാരണം ഒറ്റ ഒരു മിസ് ചെയ്യുന്നത്. അവിടെ ഓർമ്മിച്ചത് അറിയാം. ഇവിടെ വരുന്ന ഒരാൾക്ക് അത് മിസ് ചെയ്യാൻ പാടില്ല. ഭാഷ ഇംഗ്ലീഷിൽ എഴുതിയോ, വാക്കുകൾ മിസ് ചെയ്യാൻ പാടില്ല. ദൈവമക്കളെ, കുരിശിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന സുവിശേഷം you should not miss. നമ്മൾ മിസ് ചെയ്യുന്നത് മക്കളെ. കുരിശ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. ആ മലയുടെ മുകളിലാണ് ഈ കുരിശ് ഉയർന്നു നിൽക്കുന്നത്. ലോകത്ത്
ഒരു വ്യത്യാസമുണ്ട്. യോഹന്നാൻ നമുക്ക് വായിക്കാൻ സമയമില്ല, നിർത്താൻ. യോഹന്നാൻ സുവിശേഷം വായിച്ചാൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്. പട്ടാളക്കാരെ എന്നല്ല, പുരോഹിതന്മാരെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഇതല്ല. ഇവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഇതിനകത്ത് ചോദ്യം, ഞാൻ എഴുതിയത് ദൈവം എഴുതി വെച്ചത് പറ്റുമോ മക്കളെ? അവൻ രാജാവാ മക്കളെ, അവൻ രാജാവാണ്. നമുക്ക് അവസാന വാക്യങ്ങൾ വായിച്ച് അവസാനിക്കും. 42-ാം വാക്യം. അവരുടെ വഴക്കെല്ലാം കഴിഞ്ഞു. കള്ളന്മാരുടെ കൂടെ അവിടെ ചിലര് പള്ളിയിൽ വന്നാൽ പ്രാർത്ഥിക്കുന്നില്ല. ചിലര് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ജയിച്ചു വായിക്കാവുള്ളൂ. ചിലര് പള്ളിയിൽ വന്ന് അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ ഈ ആശാമാരുടെ കൂടെ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അവസരം. അതിനുശേഷം ഒരുവൻ പറഞ്ഞു 42-ാം വാക്യം. വലതുവശത്തെ നമ്മൾ വിളിക്കുന്ന നല്ല കഥ പറഞ്ഞു. എന്താ? എന്നാൽ ഇദ്ദേഹമോ അല്ലവനെ 42 നിശ്ചിതമായി യാതൊന്നും ചെയ്തവനല്ല എന്ന് പറഞ്ഞു. അവൻ യേശുവിനോട്, എന്റെ കർത്താവേ, അങ്ങ് അവിടുത്തെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്റെ കർത്താവേ, അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണേ. ദൈവമക്കളെ, ചങ്ങി എഴുതേണ്ട ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഏറ്റവും സുന്ദരമായ വാക്യം ഈശോ പറയാൻ പോകുന്നു. വായിച്ചോളെ. യേശു അവരോട്, സത്യമായി ഞാൻ നിന്നോട് പറയും. സത്യമായി. നമുക്ക് ബൈബിൾ പഠിക്കുന്ന മക്കളാണെങ്കിലോ, ബൈബിളിൽ സത്യമായി എന്ന് പറഞ്ഞാൽ തറപ്പിച്ച് പറയുന്നു എന്നതാണ് സത്യമായി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇന്ന് നീ എന്നോടുകൂടി പരദീസയിലായി. സത്യമായി. In reality, today you will be with me in paradise. ഇന്ന് നീ എന്നോടുകൂടെ പർദീസാനായിരിക്കും. ദൈവമക്കളും എന്നിട്ട് ഒരു പർദീസാഭിഷേകം, ഒരു പർദീസാനുഗ്രഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് നൽകാൻ പോകുമ്പോൾ, ഒരു പക്ഷേ ദൈവവൈദ്യരെ മുറിവേറ്റവനായിരിക്കാം നീ, കുറ്റപ്പെടുത്തപ്പെട്ടവനായിരിക്കാം നീ, തകർക്കപ്പെട്ടവനായിരിക്കാം നീ, മരണത്തിന് വിധിക്കപ്പെട്ടവനായിരിക്കാം നീ, ജീവിക്കാൻ അവകാശമില്ലാത്തവനായിരിക്കാം നീ, ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ഫൈനലായിരിക്കാം, ദുഃഖിക്കുന്ന ഫൈനലായിരിക്കാം. ഇരുകരകൾ സ്വർഗ്ഗത്തിലേക്ക് നീട്ടിക്ക്. ഇതാ കാൽവരിയിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ്, ഇതാ അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇവൻ